അതെ, ഈ ലോകത്തിലെ എല്ലാ വസ്തുക്കളും നശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും. അതൊരു പ്രപഞ്ച സത്യമാണ്. ഒരു വസ്തു അതിൻ്റെ ഓർഡറിൽ നിന്ന് ഡിസോർഡറിലേക്ക്, നാശത്തിലേക്ക്, അല്ലെങ്കിൽ അതിൻ്റെ ഏജിങ്ങിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത്. അതാണ് ലോ ഓഫ് എൻട്രോപ്പി എന്ന് പറയുന്നത്. അത് സംഭവിക്കുക തന്നെ ചെയ്യും. നമ്മൾ എന്തിലേക്കാണോ അത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, അതാണ് നല്ല രീതിയിൽ നിലനിൽക്കുള്ളൂ. ഇപ്പം നമ്മളൊരു റൂം വൃത്തിയാക്കി വെച്ചു, എത്ര സമയം അത് ആ വൃത്തിയിൽ തുടരും? നമ്മൾ അതിനു വേണ്ടി അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഒരു എഫേർട്ട് എടുക്കണം, അല്ലേ? അല്ലെങ്കിൽ അത് പൊടി പിടിച്ച് കരി പിടിച്ച് അതിൻ്റെ ഡിസോർഡർ ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പോകും. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഏതൊരു മഹാൻ പറഞ്ഞിട്ടുള്ള പോലെ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ നല്ലപോലെ സൂക്ഷിക്കട്ടോ, ശ്രദ്ധിക്കട്ടോ. എന്താണെന്നറിയോ, നിങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരേ ഒരു സ്ഥലം എന്ന് പറയുന്നത് നിങ്ങളുടെ ശരീരമാണ്. ഭയങ്കര വലിയ സത്യമല്ലേ? നമ്മുടെ ശരീരത്തെ നമ്മൾ സൂക്ഷിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓരോ ഭാഗം വീക്കായി, ഓരോ ഭാഗം നശിച്ച് അത് നമുക്ക് ജീവിക്കാൻ അനുകൂലമല്ലാത്തൊരവസ്ഥയിലേക്ക് മാറ്റും. സത്യമാണ് അല്ലേ? ഇപ്പൊ മമ്മൂട്ടി 76ാമത്തെ വയസ്സിലും ഇത്രയും ചെറുപ്പം മെയിൻറ്റെയിൻ ചെയ്യണത്, അദ്ദേഹം അതിന്റെ പിന്നില് അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ഒരു എഫേർട്ട് അല്ലെ, എന്തിനോ വേണ്ടിയിട്ട് ആ ഒരു പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്. എന്തിലേക്കോ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണ്ടെങ്കിൽ ആ ഭാഗം നന്നായിട്ട് വരും എന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടെ അറിവിന്റെ കാര്യത്തിലായാലും അങ്ങനെ തന്നെ. നമ്മൾ കുറെ സമയം ഒരു ടച്ച് ഇല്ലാണ്ടായി കഴിഞ്ഞാൽ നമ്മൾ റിലേ പോയൊരവസ്ഥ ഉണ്ടാവും അല്ലെ? ഞാനതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പൊ നമ്മളെ പഠനം നിർത്തിക്കഴിഞ്ഞാൽ നമ്മുടെ അറിവ് കുറഞ്ഞുകൊണ്ടിരിക്കും. നമ്മുടെ ശ്രദ്ധ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യം ക്ഷയിക്കും. നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സൗന്ദര്യവും ഇല്ലാണ്ടാകും. അതുപോലെ തന്നെ നമ്മൾ മൂവ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ഫിസിക്കൽ ഫിറ്റ്നസ്സും ഇല്ലാണ്ടാകും. അപ്പൊ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമാണ്, അല്ലെങ്കിൽ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് അത് നിർബന്ധമാണ് എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത്, ഒന്നും ഓട്ടോമാറ്റിക്കലി നമ്മുടെ ലൈഫിലേക്കോ നമ്മളിലേക്കോ വരില്ല എന്നുള്ള സത്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അപ്പൊ ഇത് ഒറ്റൊരു സ്റ്റെപ്പിലേക്ക് അത് വരില്ല, അല്ലെങ്കിൽ ഒരൊറ്റ സ്വിച്ച് ഇട്ട പോലെ ഒന്നും അത് നടക്കാൻ പോണില്ല. പകരം അതൊരു ശീലമായിട്ട് നമ്മളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നെങ്കിൽ മാത്രം നമ്മൾക്കത് മുന്നോട്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പം ഇങ്ങനെ നമ്മൾ അതിനു വേണ്ടി എടുക്കുന്ന ഒരു എഫേർട്ട്, അല്ലെങ്കിൽ അതിനു വേണ്ടി എടുക്കുന്ന ഒരു മെയിൻ്റെനൻസ് ഇല്ലേ, ഏജിങ് എന്ന് പറഞ്ഞത് നാച്ചുറലാണ്. നമുക്ക് വേണമെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ അതിൻ്റെ പുറകിൽ ഒരു എഫേർട്ട് ഉണ്ട്, അത് മെയിൻറ്റെയിൻ ചെയ്യണം. ആ മെയിൻ്റെനൻസ് ആണ് സത്യത്തിൽ നമ്മളുടെ വളർച്ചയുടെയും വിജയത്തിൻ്റെയും ഒക്കെ വില, അല്ലേ?